എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് പ്രധാനപ്പെട്ട കുറച്ച് കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻസ് ആണ്. 2025 കബഡി ലോകകപ്പ് വേദി ഏതാണ്? 2025 കബഡി ലോകകപ്പ് വേദി ഏതാണ്? ആൻസർ ഇംഗ്ലണ്ട്. ഇംഗ്ലണ്ടാണ് 2025 കബഡി ലോകകപ്പ് വേദി. 2025 കബഡി ലോകകപ്പ് വിജയി ആരായിരുന്നു? 2025 കബഡി ലോകകപ്പ് വിജയി ആരായിരുന്നു? ആൻസർ ഇന്ത്യ. ഇന്ത്യയാണ് 2025 കബഡി ലോകകപ്പ് വിജയി. 2025 38ാമത് ദേശീയ ഗെയിംസ് ഫുട്ബോളിൽ സ്വർണം നേടിയ സംസ്ഥാനം ഏതാണ്? 2025 38ാമത് ദേശീയ ഗെയിംസ് ഫുട്ബോളിൽ സ്വർണം നേടിയ സംസ്ഥാനം ഏതാണ്? ആൻസർ കേരളം. കേരളത്തിനാണ് 2025 38ാമത് ദേശീയ ഗെയിംസ് ഫുട്ബോളിൽ സ്വർണം നേടിയത്. 2025 ദേശീയ ഗെയിംസിൽ കേരളത്തിൻ്റെ ആദ്യ സ്വർണ്ണ മെഡൽ നേടിയത് ആരാണ്? 2025 ദേശീയ ഗെയിംസിൽ കേരളത്തിൻ്റെ ആദ്യ സ്വർണ്ണ മെഡൽ നേടിയത് ആരാണ്? ആൻസർ സുഫ്ന ജാസ്മിൻ. സുഫ്ന ജാസ്മിനാണ് 2025 ദേശീയ ഗെയിംസിൽ കേരളത്തിൻ്റെ ആദ്യ സ്വർണ്ണ മെഡൽ നേടിയത്. 38ാമത് ദേശീയ ഗെയിംസിൽ നീന്തലിൽ സ്വർണം നേടിയ മലയാളി ആരാണ്? 38ാമത് ദേശീയ ഗെയിംസിൽ നീന്തലിൽ സ്വർണം നേടിയ മലയാളി ആരാണ്? ആൻസർ ഹർഷിത ജയറാം. ഹർഷിത ജയറാമിനാണ് 38ാമത് ദേശീയ ഗെയിംസിൽ നീന്തലിൽ സ്വർണം ലഭിച്ചത്. 2025 IPL ക്രിക്കറ്റ് മത്സരം ഫൈനൽ നടന്ന നഗരം ഏതാണ്? 2025 IPL ക്രിക്കറ്റ് മത്സരം ഫൈനൽ നടന്ന നഗരം ഏതാണ്? ആൻസർ അഹമ്മദാബാദ്. അഹമ്മദാബാദിലാണ് 2025 IPL ക്രിക്കറ്റ് മത്സരത്തിൻ്റെ ഫൈനൽ നടന്ന നഗരം. 2025 IPL ക്രിക്കറ്റിൻ്റെ വിജയികൾ ആരായിരുന്നു? 2025 IPL ക്രിക്കറ്റിൻ്റെ വിജയികൾ ആരായിരുന്നു? ആൻസർ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ. റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരായിരുന്നു 2025 IPL ക്രിക്കറ്റിൻ്റെ വിജയികൾ. 2025 ആസിയാൻ ഉച്ചകോടി വേദി എവിടെയാണ്? 2025 ആസിയാൻ ഉച്ചകോടി വേദി എവിടെയാണ്? ആൻസർ ക്വാലാലംപൂർ. മലേഷ്യയിലെ ക്വാലാലംപൂരാണ് 2025 ആസിയാൻ ഉച്ചകോടി വേദി. 2025 BCCIയുടെ മികച്ച അന്താരാഷ്ട്ര വനിതാ ക്രിക്കറ്റ് താരത്തിനുള്ള അവാർഡ് ലഭിച്ചത് ആർക്കാണ്? 2025 BCCIയുടെ മികച്ച അന്താരാഷ്ട്ര വനിതാ ക്രിക്കറ്റ് താരത്തിനുള്ള അവാർഡ് ലഭിച്ചത് ആർക്കാണ്? ആൻസർ സ്മൃതി മന്ദാന. സ്മൃതി മന്ദാനയ്ക്കാണ് 2025 BCCIയുടെ മികച്ച അന്താരാഷ്ട്ര വനിതാ ക്രിക്കറ്റ് താരത്തിനുള്ള അവാർഡ് ലഭിച്ചത്. ഇന്ത്യയുടെ ഏകദിന ക്രിക്കറ്റ് ടീമിൻ്റെ ക്യാപ്റ്റൻ ആരാണ്? ഇന്ത്യയുടെ ഏകദിന ക്രിക്കറ്റ് ടീമിൻ്റെ ക്യാപ്റ്റൻ ആരാണ്? ആൻസർ ശുഭ്മാൻ ഗിൽ. ശുഭ്മാൻ ഗില്ലാണ് ഇന്ത്യയുടെ ഏകദിന ക്രിക്കറ്റ് ടീമിൻ്റെ ക്യാപ്റ്റൻ. 2024 മനുഷ്യാവകാശ ദിനത്തിൻ്റെ പ്രമേയം എന്തായിരുന്നു? 2024 മനുഷ്യാവകാശ ദിനത്തിൻ്റെ പ്രമേയം എന്തായിരുന്നു? ആൻസർ നമ്മുടെ അവകാശങ്ങൾ, നമ്മുടെ ഭാവി ഇപ്പോൾ. 2025 ലോക ക്യാൻസർ ദിനത്തിൻ്റെ പ്രമേയം എന്തായിരുന്നു? 2025 ലോക ക്യാൻസർ ദിനത്തിൻ്റെ പ്രമേയം എന്തായിരുന്നു? ആൻസർ യുണൈറ്റഡ് ബൈ യൂണീക്ക്. യുണൈറ്റഡ് ബൈ യൂണീക്ക് എന്നതായിരുന്നു 2025 ലോക ക്യാൻസർ ദിനത്തിൻ്റെ പ്രമേയം. 2025 ജനുവരിയിൽ അന്തരിച്ച മുൻ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരായിരുന്നു? 2025 ജനുവരിയിൽ അന്തരിച്ച മുൻ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരായിരുന്നു? ആൻസർ നവീൻ ചൗള. നവീൻ ചൗളയാണ് 2025 ജനുവരിയിൽ അന്തരിച്ച മുൻ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ. കേരളത്തിലെ ആദ്യ AI ഇന്നൊവേഷൻ സെൻറ്റർ നിലവിൽ വരുന്നത് എവിടെയാണ്?
കേരളത്തിലെ ആദ്യ AI ഇന്നൊവേഷൻ സെൻറ്റർ നിലവിൽ വരുന്നത് എവിടെയാണ്? ആൻസർ കോഴിക്കോട്. കോഴിക്കോട് ജില്ലയിലാണ് കേരളത്തിലെ ആദ്യത്തെ AI ഇന്നൊവേഷൻ സെൻറ്റർ നിലവിൽ വരുന്നത്. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ റെയിൽവേ ആർച്ച് പാലം ഏതാണ്? ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ റെയിൽവേ ആർച്ച് പാലം ഏതാണ്? ആൻസർ ചെനാബ് റെയിൽവേ പാലം. ചെനാബ് റെയിൽവേ പാലമാണ് ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ റെയിൽവേ ആർച്ച് പാലം. പാമ്പ് വിഷബാധ രോഗമായി പ്രഖ്യാപിച്ച വിജ്ഞാപനം ചെയ്ത സംസ്ഥാനം? പാമ്പ് വിഷബാധ രോഗമായി പ്രഖ്യാപിച്ച് വിജ്ഞാപനം ചെയ്ത സംസ്ഥാനം? ആൻസർ കേരളം. കേരളമാണ് പാമ്പ് വിഷബാധ രോഗമായി പ്രഖ്യാപിച്ച് വിജ്ഞാപനം ചെയ്ത സംസ്ഥാനം. 2026 നടക്കുന്ന ഫിഫ ലോകകപ്പിൻ്റെ വേദി എവിടെയാണ്? 2026 നടക്കുന്ന ഫിഫ ലോകകപ്പിൻ്റെ വേദി എവിടെയാണ്? ആൻസർ അമേരിക്ക, മെക്സിക്കോ, കാനഡ. അമേരിക്ക, മെക്സിക്കോ, കാനഡ എന്നീ രാജ്യങ്ങളിൽ വെച്ചാണ് 2026 ഫിഫ ലോകകപ്പ് നടക്കുന്നത്. 2025 മെയ് 24 കൊച്ചി തീരത്ത് മുങ്ങിയ കപ്പൽ ഏതാണ്? 2025 മെയ് 24 കൊച്ചി തീരത്ത് മുങ്ങിയ കപ്പൽ ഏതാണ്? ആൻസർ MSC എൽസ 3. MSC എൽസ 3 ആണ് 2025 മെയ് 24 കൊച്ചി തീരത്ത് മുങ്ങിയ കപ്പൽ. 18 വയസ്സിൽ താഴെയുള്ളവർക്ക് കേരള സർക്കാരിൻ്റെ സൗജന്യ ഹൃദ്രോഗ ചികിത്സാ പദ്ധതി ഏതാണ്? 18 വയസ്സിൽ താഴെയുള്ളവർക്ക് കേരള സർക്കാരിൻ്റെ സൗജന്യ ഹൃദ്രോഗ ചികിത്സാ പദ്ധതി ഏതാണ്? ആൻസർ ഹൃദ്യം. ഹൃദ്യം പദ്ധതിയാണ് 18 വയസ്സിൽ താഴെയുള്ളവർക്ക് കേരള സർക്കാർ സൗജന്യമായി ചെയ്തു നൽകുന്ന പദ്ധതി. ഇന്ത്യയിലെ ആദ്യത്തെ ഗ്രാമകോടതിയുള്ള മണ്ഡലം ഏതാണ്? ഇന്ത്യയിലെ ആദ്യത്തെ ഗ്രാമകോടതിയുള്ള മണ്ഡലം ഏതാണ്? ആൻസർ വാമനപുരം. തിരുവനന്തപുരം ജില്ലയിലെ വാമനപുരമാണ് ഇന്ത്യയിലെ ആദ്യത്തെ ഗ്രാമകോടതിയുള്ള മണ്ഡലം. മനുഷ്യരെ ബഹിരാകാശത്ത് എത്തിക്കാനുള്ള ദൗത്യത്തിന് മുന്നോടിയായുള്ള ISROയുടെ ആളില്ലാ ദൗത്യം ഏതാണ്? മനുഷ്യരെ ബഹിരാകാശത്ത് എത്തിക്കാനുള്ള ദൗത്യത്തിന് മുന്നോടിയായുള്ള ISROയുടെ ആളില്ലാ ദൗത്യത്തിൻ്റെ പേര് എന്താണ്? ആൻസർ ഗഗൻയാൻ G1. ഗഗൻയാൻ G1 ആണ് മനുഷ്യരെ ബഹിരാകാശത്ത് എത്തിക്കാനുള്ള ദൗത്യത്തിന് മുന്നോടിയായി ISROയുടെ ആളില്ലാ ദൗത്യം. 2027 നടക്കാൻ പോകുന്ന ദേശീയ ഗെയിംസിൻ്റെ വേദി എവിടെയാണ്? 2027 നടക്കാൻ പോകുന്ന ദേശീയ ഗെയിംസിൻ്റെ വേദി എവിടെയാണ്? ആൻസർ മേഘാലയ. മേഘാലയയിൽ വെച്ചാണ് 2027 ദേശീയ ഗെയിംസ് നടക്കുന്നത്. 2030 കോമൺവെൽത്ത് ഗെയിംസിൻ്റെ വേദി എവിടെയാണ്? 2030 കോമൺവെൽത്ത് ഗെയിംസിൻ്റെ വേദി എവിടെയാണ്? ആൻസർ ഇന്ത്യ. ഇന്ത്യയിൽ വെച്ചാണ് 2030 കോമൺവെൽത്ത് ഗെയിംസ് നടക്കുന്നത്. 2025 ലോക ഗവൺമെൻറ് ഉച്ചകോടിക്ക് ആതിഥേയത്വം വഹിക്കുന്ന നഗരം ഏതാണ്? 2025 ലോക ഗവൺമെൻറ് ഉച്ചകോടിക്ക് ആതിഥേയത്വം വഹിക്കുന്ന നഗരം ഏതാണ്? ആൻസർ ദുബായ്. UAEയിലെ ദുബായിയാണ് 2025 ലോക ഗവൺമെൻറ് ഉച്ചകോടിക്ക് ആതിഥേയത്വം വഹിക്കുന്ന നഗരം. 2025 ഫെബ്രുവരിയിൽ വംശീയ കലാപത്തെ തുടർന്ന് രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തിയ സംസ്ഥാനം ഏതാണ്? 2025 ഫെബ്രുവരിയിൽ വംശീയ കലാപത്തെ തുടർന്ന് രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തിയ സംസ്ഥാനം ഏതാണ്? ആൻസർ മണിപ്പൂർ. മണിപ്പൂരാണ് 2025 ഫെബ്രുവരിയിൽ വംശീയ കലാപത്തെ തുടർന്ന് രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തിയ സംസ്ഥാനം. 2025 കേരള ആഗോള നിക്ഷേപ ഉച്ചകോടിയുടെ വേദി. 2025 കേരള ആഗോള നിക്ഷേപ ഉച്ചകോടിയുടെ വേദി എവിടെയാണ്? ആൻസർ കൊച്ചി.
കൊച്ചിയിൽ വെച്ചാണ് 2025 കേരള ആഗോള നിക്ഷേപ ഉച്ചകോടി നടക്കുന്നത്.